ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മാത്സ് സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ 10ാമത്തെ പാഠം റുപ്പി ആൻഡ് പൈസെ എന്ന ചാപ്റ്റർ ആണ്. 10th ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ 10th ചാപ്റ്റർ പേര് റുപ്പി ആൻഡ് പൈസെ. അത് നമുക്ക് വായിക്കാം. I need some things in the kitchen. Let's go to the market, take the purse. We are also coming. ഇവിടെ നോക്കി, കുട്ടികളുടെ പാരന്റ്സ് ആണ് ഇവര്. അപ്പൊ അമ്മ എന്താ പറയണത്? കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറയണം. അപ്പൊ അച്ഛൻ എന്താ പറയണത്? ശരി, നമുക്ക് മാർക്കറ്റിൽ പോവാം, നീ പേഴ്സ് എടുക്കാൻ പറയണം. അപ്പൊ കുട്ടികൾ എന്താ പറയണത്? ഞങ്ങളും വരുന്നു എന്ന് പറയാണ്. അപ്പൊ ഇവിടെ നോക്കി, കുട്ടി എന്താ പറയണത്? I have the money to buy bangles and a chain. എൻ്റെ കയ്യില് എന്ത് വാങ്ങാനുള്ള കാശുണ്ട്? ബാംഗിൾസ്, വളകളും ചെയിനും വാങ്ങാനുള്ള കാശുണ്ട്. അപ്പൊ ഈ ബോയ് എന്താ പറയണത്? മസ്റ്റ് ഓപ്പൺ ദ സേവിങ്സ് ബോക്സ്. അപ്പൊ എത്ര വേഗം സേവിങ്സ് ബോക്സിൽ നമ്മൾ കാശൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് ആണ് സേവിങ്സ് ബോക്സ്. അപ്പൊ സേവിങ്സ് ബോക്സ് ഓപ്പൺ ചെയ്യണം. 3 rupee for a balloon. How much for 2 balloons എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ബലൂണ് 3 റുപ്പി ആണെങ്കിൽ എത്ര രൂപയായിരിക്കും? 2 ബലൂൺസിന് എത്ര രൂപയായിരിക്കും? അപ്പൊ ഒരു ബലൂണിന് 3 രൂപയാണ്. അപ്പൊ 2 ബലൂൺസിന് ഇതുപോലെ 2 ബലൂൺ വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കണം? 3 + 3 എത്രയാണ്? 6 അല്ലേ? 6 രൂപ കൊടുക്കണം. ദ സേവിങ്സ് ബോക്സ്. അപ്പൊ നോക്കി, ആ കുട്ടികളുടെ സേവിങ്സ് ബോക്സ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്തു? സേവിങ്സ് ബോക്സ് പൊട്ടിച്ചു, അതിൽ കാശ് എണ്ണുകയാണ് കേട്ടോ. ലെറ്റ് സോർട്ട് ദ കോയിൻസ്. അപ്പൊ കുട്ടികൾ കോയിൻസ് എല്ലാം 1 രൂപ എല്ലാം ഒന്നിച്ചാക്കി, 2 രൂപ എല്ലാം ഒന്നിച്ചാക്കി, അങ്ങനെ അതാണ് നമ്മൾ സോർട്ട് ചെയ്യാ പറഞ്ഞ. വാട്ട് ഓൾ കോയിൻസ് ആർ ഹിയർ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ കോയിൻസ്? 1 രൂപയുടെ കോയിൻ ഉണ്ട് അല്ലെ? 1 രൂപയുടെ കോയിൻ ഉണ്ട്, 2 രൂപയുടെ കോയിൻ ഉണ്ട്, 3 രൂപന്റെ കോയിൻ ഉണ്ടോ? ഇല്ല. എല്ലാ നമ്പേഴ്സിനും കോയിൻ ഇല്ല. 1 രൂപയുടെ കോയിൻ ഉണ്ട്, 2 രൂപയുടെ കോയിൻ ഉണ്ട്, പിന്നെ എത്ര രൂപയുടെ കോയിൻ ആണ്? 5 റുപ്പീസിന്റെ കോയിൻ ഉണ്ട് അല്ലെ? 5 റുപ്പീസിന്റെ കോയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ 10 റുപ്പീസിന്റെ കോയിൻ ഉണ്ട്. ഇത്രയാണ് ഉള്ളത്. മുമ്പ് ഉണ്ടായിരുന്ന കോയിൻ ആണ് നമ്മൾ 50 പൈസയുടെ കോയിൻ. ഓക്കെ, 50 പൈസയുടെ കോയിൻ. അത് പണ്ടുള്ള കോയിൻ ആയിരുന്നു, ഇപ്പൊ ഇല്ല. അത് നമ്മൾ 1 റുപ്പിയും 2 റുപ്പിയും 5 റുപ്പീസ് ഒക്കെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇപ്പൊ വാട്ട് ഓൾ കോയിൻസ് ആർ ഹിയർ. ഇപ്പൊ ഇവിടെ ഏതൊക്കെ കോയിൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 1 റുപ്പി, 2 റുപ്പി, 5 റുപ്പി ഒക്കെ ഉണ്ട് അല്ലെ? ആൻഡ് വിച്ച് ഇസ് ദിസ് കോയിൻ. ഇത് ഏത് കോയിൻ ആണെന്നാ ചോദിക്കുക. അപ്പൊ ഇതൊക്കെ റുപ്പീസ് ആണ് അല്ലെ? 1 റുപ്പി, 2 റുപ്പി. പക്ഷേ ഇതെന്താണ്? പൈസയാണ്. 50 പൈസ. ഇത് 1 രൂപയേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ പൈസ എന്ന് പറയുന്നത്. ഇത് എത്ര പൈസയാണ്? 50. നമ്മൾ പഠിച്ചില്ലേ 50 എത്രയാ? 50 പൈസയാണിത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. This is not enough to buy what I need. Let me check my purse. അപ്പൊ ആ കുട്ടികളുടെ സേവിങ്സ് ബോക്സിലെ കാശ് പോരാന്ന് പറയണം അമ്മ. എന്താ പറയുക? ഞാൻ എന്റെ പേഴ്സിനും കൂടെ കാശ് എടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു? പേഴ്സിന് കാശ് എടുത്തു. അപ്പൊ ഇത് കണ്ടില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എഴുതി പഠിക്കുന്ന ബുക്കല്ല. നമ്മൾ കാശിന് നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ നോട്ട്സ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ കോയിൻസ്, കാശിന് നമ്മൾ രണ്ടായിട്ട് പറയുന്നത് അല്ലെ? ചില്ലറകളിലൊക്കെ നമ്മൾ കോയിൻസ് പറയും. അതുപോലത്തെ നമ്മൾ നോട്ട് എന്നാ പറയുക. 10 രൂപയുടെ നോട്ട്, അതേപോലെ 20 രൂപയുടെ നോട്ട് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ എത്ര രൂപയുടെയൊക്കെയാണ് ഇത് കാണുന്നത്? 5 റുപ്പി ഉണ്ട്, 10 റുപ്പി ഉണ്ട്, 50 റുപ്പി ഉണ്ട്, അതുപോലെ 20 റുപ്പി. അപ്പൊ ഇത് 50 പൈസ എന്ന് പറയുന്നത് ചില്ലറ തന്നെയാണ്, 50ന്റെ ചില്ലറയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പൈസ പറഞ്ഞത് അല്ലെ? ഇത് നോട്ടാണ്. And can you tell whose picture do you see in all these notes? അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ടിലെല്ലാം, ഈ കാശിലെല്ലാം ആരുടെ ചിത്രമാണ് കാണാൻ കഴിയുന്നത്? നിങ്ങൾക്ക് അറിയില്ലേ ആരെ ചിത്രത്തിലുള്ളത്? മഹാത്മാഗാന്ധിജി അല്ലേ? നമ്മൾ മഹാത്മാഗാന്ധിജി തന്നെയാണ് നമ്മൾ ഇതിലെല്ലാം കാണുന്നത്. ആർ ഓൾ നോട്ട്സ് ഓഫ് ദ സെയിം സൈസ്. എല്ലാ നോട്ട്സും ഒരേ സൈസ് ആണോ? 5 രൂപയുടെ അതേ സൈസ് തന്നെയാണോ 50 റുപ്പീന്റെ ഉള്ളത്? അല്ല. എല്ലാ നോട്ട്സിനും ഒരേ സെയിം സൈസ് ആണോ? നോ. ലെറ്റ്സ് കാൽക്കുലേറ്റ് പ്രൈസസ്. അപ്പൊ ഇവിടെ നോക്ക്, കുട്ടികൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ബലൂണ് 1ന് 3 രൂപയാണ്, വിസിലിന് 5 റുപ്പീസ്. നമ്മൾ ഈ RS എന്ന് എഴുതുന്നത് റുപ്പീസിന് നമ്മൾ പറയണതാണ് കേട്ടോ. RS റുപ്പീസ് ചെറുതാക്കി RS നമ്മൾ എഴുതുക. ബസ് ഒരു കളിക്കുന്ന ടോയ് ബസ്സിന് 10 രൂപയാണ്. പ്രൈസ് ഓഫ് എ ബലൂൺ. ഒരു ബലൂണിന്റെ വില എത്രയാണ് നോക്കിയിട്ട് പറഞ്ഞേ? 3 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതണം? 3 എന്താ വായിക്കുക? റുപ്പീസ്. പ്രൈസ് ഓഫ് എ വിസിൽ. ഒരു വിസിലിന് എത്ര രൂപയാണ്? 5 റുപ്പീസ്. ഹൗ മച്ച് മണി ടു ബൈ എ ബലൂൺ ആൻഡ് എ വിസിൽ ഫോർ വിനു. അപ്പൊ വിനുവിന് ബലൂണും വേണം, ഒരു വിസിലും വേണം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 3ഉം 5ഉം കൂടെ പ്ലസ് ചെയ്താൽ എത്ര രൂപയായി? 8 റുപ്പീസ്. വിച്ച് ഓഫ് ദിസ് കോയിൻസ് മസ്റ്റ് ബി ഗിവൻ. അപ്പൊ 8 രൂപയായി അല്ലെ? അപ്പൊ 8 രൂപ കോയിൻ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഏതൊക്കെ കോയിൻ ചെയ്യുന്നതാണ് 8 രൂപ എന്ന് പറയുന്നത്? നമുക്ക് ആദ്യം ഒരു 5 രൂപ എടുത്തു. ഓക്കെ, ഒരു 5 രൂപ എടുത്തു. പിന്നെ നമുക്ക് എന്തെടുക്കാം? 3 ഓരോ രൂപ എടുക്കാം അല്ലെ? 1 + 1 + 1 എത്ര രൂപയാണ്? 3 ആയി. പിന്നെ ഒരു 5 റുപ്പിയും കൂടി ഉണ്ട്. അപ്പൊ 3ഉം 5ഉം എടുക്കാം. നമ്മൾ ഏതൊക്കെ കോയിൻസ് എടുത്താൽ 8 റുപ്പീസ് ആവും എന്നാണ് ചോദ്യം. 3 1 രൂപയും എടുത്തു,
അതേപോലെ ഒരു 5 രൂപ എടുത്തു. ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നുണ്ടോ? അല്ല അല്ലെ, ആണെങ്കിൽ ഒരു 5 രൂപ എടുക്കാം, പിന്നെ ഒരു 2 rupees ഒരു 1 rupees എടുത്താലും 8 ആണ്. അടുത്തത് find the total price of a chain. ഇവിടെ ചെയിൻസിന്റെ വിലയാണ്, ഇവിടെ ചെയിൻസും എടുത്തിട്ടുണ്ട്, ബാംഗിൾസും ഉണ്ട്, അതിന്റെ വിലയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഒരു ചെയിൻ എത്ര രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത്? 12 rupees. പ്രൈസ് ഓഫ് എ ബാംഗിൾ, ഒരു വളയ്ക്ക് എത്ര രൂപയാണ്? 8. ടോട്ടൽ അപ്പൊ എത്ര രൂപ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും? 12 plus 8. എത്രയാണ് ആൻസർ? ഇതുപോലെ പ്ലസ് ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞു 8ഉം 2 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 0 ഇവിടെ എഴുതി, 1 മേലെ എഴുതി, എന്നിട്ട് 1ഉം 2ഉം അല്ലെ 10ന്റെ, അതായത് 1 0 അല്ലെ 10. അപ്പൊ ആദ്യം നമ്മൾ ഈ 1 10ന്റെ 1 നമ്മൾ മേലെ എഴുതി, 0 താഴെ എഴുതി, എന്നിട്ട് ഈ 1ഉം 1ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ 2. അപ്പൊ ആൻസർ എത്രയാണ്? 20 rupees. Who has more? അപ്പൊ ഇവിടെ നോക്കൂ, രണ്ട് കുട്ടികൾക്കും എന്തൊക്കെയാണ്? അനുവിനും വിനുവിനും എന്താണ് എത്ര രൂപയുടെ കയ്യിലുള്ളത് നോക്കിക്കേ. ഇവിടെ അനുവിന്റെ കയ്യിൽ 5 rupees ഉണ്ട്, 2 rupees രണ്ടെണ്ണം, ഒരു 1 rupee. അതുപോലെ വിനുവിന്റെ കയ്യിൽ നോക്കൂ, 3 2 rupees ഉണ്ട്, 4 1 rupees ഉണ്ട്. അപ്പൊ അനുവിന് എത്ര രൂപയുണ്ട്? അനുവിന്റെ കയ്യില് 5ന്റെ കൂടെ എന്ത് ചെയ്യുക? 2 plus ചെയ്യുക, 7 കിട്ടി. 7ന്റെ കൂടെ വീണ്ടും 2 plus ചെയ്യുക, ആൻസർ എത്രയാണ്? 9. 9ന്റെ കൂടെ 1 plus ചെയ്താൽ ആൻസർ എന്താണ്? 10. അടുത്തത് വിനുവിന് നോക്കിക്കേ, 2 plus 2 4. 4ന്റെ കൂടെ 2 plus ചെയ്താൽ 6 അല്ലെ, 6 plus 1 7, 7 plus 1 8, 8 plus 1 9, 9 plus 1 10. 10 rupees വിനുവിന്റെ കയ്യിലുണ്ട്. And which is correct? Put tick mark. അപ്പൊ അനുവിന്റെ കയ്യിലും 10 രൂപയാണ്, വിനുവിന്റെ കയ്യിലും 10 രൂപയാണ്. അപ്പൊ അനു ഹാസ് മോർ എന്ന് പറയാൻ പറ്റുമോ? അനുവിന് കയ്യില് കൂടുതൽ കാശ് വിനുവിനെക്കാളും കൂടുതലുണ്ടോ? ഇല്ല. വിനു ഹാസ് മോർ, വിനുവിന് കൂടുതൽ എന്ന് പറയാൻ പറ്റുമോ? വിനുവിനാണ് അനുവിനെക്കാളും കൂടുതൽ പറയാൻ പറ്റുമോ? ഇല്ല. ദേ ഹാവ് ഈക്വൽ എമൗണ്ട്, രണ്ടാൾക്കും തുല്യമാണ് എന്ന് വെച്ചാൽ രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയണത്? ഈക്വൽ എന്ന് പറയുന്നത്. അപ്പൊ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അടുത്തത് ഫൈൻഡ് ദ ടോട്ടൽ. അപ്പൊ നമ്മൾ നോക്കിയത് പ്ലസ് ചെയ്യാണ് ചെയ്യേണ്ടത്. 3 10 രൂപയുടെ നോട്ടാണ് ഉള്ളത് അല്ലെ. അപ്പൊ 10 plus 10 plus 10, എത്ര 10 ഉണ്ട്? 3 10 രൂപ. അപ്പൊ 3 10s are, നമ്മൾ പ്രീവിയസ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. 3 10s are എന്താ നമ്മൾ പറഞ്ഞത്? 3 10s are 30. ഓക്കെ, അടുത്തത് നമ്മൾ പ്ലസ് ചെയ്യുക. 5 plus 5, എത്ര? 5 plus 5 10. 10 plus 5 എത്രയാണ്? അപ്പൊ ആൻസർ കിട്ടുക 15. അടുത്തത് 2 plus 2 plus 1, 2 plus 2 ചെയ്ത് നോക്കിയാൽ എത്ര ആൻസർ കിട്ടും? 4. 4 plus 1 5. അതുപോലെ പ്ലസ് ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. റുപ്പി ആൻഡ് പൈസ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ എല്ലാവരും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്